ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഇതൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ എഴുന്നേക്കാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഞങ്ങളെ കാണാൻ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കൊച്ചു കൂട്ടുകാരൻ വന്നായിരുന്നു. പിന്നെ കുറച്ച് നേരം അവനോടൊക്കെ കളിച്ചങ്ങിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രഷൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ഒരാളിത് ഇവിടെ ഭയങ്കര കുക്കിംഗ്. പിന്നെ ഞങ്ങൾ ഷെഫിൻ്റെ പാചകമൊക്കെ കണ്ട് അങ്ങനെയെങ്കിരുന്നു. അങ്ങനെ പാചകമൊക്കെ കണ്ടിരുന്നതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിക്കുന്നില്ല. സൺഡേകളായതുകൊണ്ട് തന്നെ അങ്ങനെ ലേറ്റായിട്ടാണല്ലോ എഴുന്നേൽക്കുക, ഉച്ചയങ്ങാറാവും. ആ ഒരു സമയത്തായതുകൊണ്ട് തന്നെ അങ്ങനെ ലൈറ്റായിട്ടേ കഴിക്കാൻ തോന്നാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടുത്തുള്ളൊരു ഏരിയയിൽ വരാമെന്ന് വിചാരിച്ചു. വേറൊരു ബിൽഡിങ്ങാണ്. അവിടേക്ക് വന്നിട്ട് കുറച്ച് പ്ലാൻസ് ഒക്കെ കാണാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ബിൽഡിംഗ് അല്ല, ഇതാണ് നമ്മുടെ ബിൽഡിംഗ്. ഇപ്പുറത്തുള്ള ബിൽഡിങ്ങിലേക്കാണ് ഞങ്ങൾ വന്നത്, നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ചങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സൺഡേകളാകുമ്പോഴാണ് നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കളിക്കാൻ വരാറ്. അങ്ങനെ അവിടുന്ന് കണ്ടാൽ ആ ഒരു ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ ആണിത്. അങ്ങനെ പ്രത്യേകിച്ചുള്ള വ്യൂ ഒന്നുമല്ല. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഫ്ലാറ്റ്സ് ഒന്നും കുറവാണ്. ഫ്ലാറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും ബിൽഡിങ്ങുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. സൺഡേ ആണല്ലോ ഇതിനൊക്കെ ഇങ്ങനെ ടൈം കിട്ടുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ടൈം നല്ല പോലെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഞങ്ങളിങ്ങനെ എപ്പോഴും ഈ ഒരു ഏരിയയിൽ തന്നെയല്ല വരിക, വേറെ ബിൽഡിങ്സിലും ഇടയ്ക്ക് പോകും. ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ കണ്ട് ഓരോ ഫ്ലവേഴ്സൊക്കെ ഓരോ വീക്ക് ആകുമ്പോഴേക്കും ഏത് സ്റ്റേജിലുണ്ടാവും അതൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് വരാറാണ്. പിന്നെ ഞങ്ങൾ അവിടെ പോയൊക്കെ വന്നതിന് ശേഷം ഞങ്ങളിവിടെ ക്ലീനിങ് തുടങ്ങി. പഴയ ബുക്സും അതൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടില്ല, ചെറിയൊരു ക്ലീനിങ് ആയിരുന്നു. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങി. അപ്പം ഞങ്ങളൊരു ബിസ്ക്കറ്റും കഴിച്ചു. ബിസ്ക്കറ്റും കഴിച്ചു കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ തലയിലേക്ക് എണ്ണ തേച്ച് പിടിപ്പിക്കാൻ വിചാരിച്ചു. ഇത് നമ്മുടെ ഹെയർ ഓയിൽ തന്നെയാണ്. അങ്ങനെ അമ്മ സൺഡേകളിലാകുമ്പോഴൊക്കെ ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ട് എണ്ണ തേപ്പിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഈ വലിയ കാര്യമായിട്ട് പഠിക്കുന്നൊന്നുമല്ല, വെറുതെ ഇങ്ങനെ ഓരോ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യും, വീണ്ടും ഡിലീറ്റ് ചെയ്യും, ഡ്രോയിങ്സ് ചെയ്യും, വീണ്ടും ഡിലീറ്റ് ചെയ്യും. ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. സൺഡേകളിൽ ഇതിനൊക്കെ നല്ല ടൈം കിട്ടുന്നതുകൊണ്ട് ഈ ഒരു സമയത്ത് നല്ലപോലെ അങ്ങ് എണ്ണ തേച്ച് പിടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഇതേ കുഞ്ഞൂസിൻ്റെ തലയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് അരമണിക്കൂർ റെസ്റ്റ് വേണമല്ലോ. ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ മുടിക്ക് റെസ്റ്റ് വേണമല്ലോ. പിന്നെ ഞങ്ങൾ ആ ഒരു സമയത്ത് ക്യൂബ് സോൾവ് ചെയ്യലും പിന്നെ ഡ്രോയിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ കുളിച്ചൊക്കെ വന്നതിന് ശേഷം അമ്മ ഫുഡ് എടുത്ത് വെച്ചാൽ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒന്ന് ചിക്കൻ ആയിരിക്കുമല്ലോ. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് കടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എക്സസൈസ് ആവാനൊന്നും അല്ല പോകുന്നതെങ്കിലും വെറുതെ ഞങ്ങളിങ്ങനെ കടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കടയിലേക്ക് എത്തി. ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് എനിക്കിങ്ങനെ മധുരം കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഞാനൊരു ബർഫിയും കഴിച്ചു. പിന്നെ ഇത് ഒരു കിൻഡർ ജോയ് എടുത്തുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഈ വെയിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത്. പിന്നെ ഞങ്ങൾ വൈകിട്ട് ഞങ്ങളുടെ ഈ ഒരു കളിയും ചിരിയൊക്കെയാണ് നിങ്ങളീ കാണുന്നത്. ഞങ്ങൾ ഈ ബോൾ കളി ഒരിക്കലും മിസ് ചെയ്യാറില്ല. അതിപ്പോൾ സ്കൂളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ഈവനിങ് ടൈമിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 hours എങ്കിലും നമ്മൾ ഈ ഒരു കളി ഉണ്ടാവും. അങ്ങനെ കളിച്ച് ക്ഷീണിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇനി ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.